നമസ്കാരം, എൻ്റെ പേര് അജയ്. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി 1ാം ചാപ്റ്റർ, ഏതാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2 ടേമുകളാണ് ഇതിലുള്ളത് അല്ലേ. ഒന്ന് പീരിയോഡിക് ടേബിൾ, ഇത് നിങ്ങൾ കേട്ടതായിരിക്കും. ഇവിടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ്. എന്താ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റുകൾ അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്ന ഒരു പട്ടികേനെ പറയുന്ന പേരാണിത് പീരിയോഡിക് ടേബിൾ. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഈ സബ്ജക്റ്റിൽ ഉണ്ട്. ഇതിൻ്റെ ചെറിയൊരു എന്താ പറയുക, ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലീവ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനും ഇതിന് ഇപ്പോൾ കാണുന്ന പീരിയോഡിക് ടേബിളിന് മുന്നേ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എലമെൻറ്റുകളുടെ നമ്പർ കൂടി 63 എന്നുള്ളത് 118 ആയ സമയത്ത് ഒരുപാട് എന്ത് വന്നു, ഡ്രോബാക്സ് ഈ പീരിയോഡിക് ടേബിൾ വന്നു. അപ്പോഴാണ് മോയ്സലി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ 118 മൂലകങ്ങൾ വെച്ചിട്ട് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. രണ്ടാമത്തെ ടൈപ്പാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ മലയാളം? ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, ഇത് പറയുന്നതിന് മുന്നേ എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം? എന്താ ഒരു പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഘടകം? നമ്മൾ ചെറു ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പഞ്ചസാര തരി ആദ്യം 2 ആക്കി അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഏറ്റവും അവസാനം വിഭജിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ആറ്റം. ഓക്കെ, ഈ ആറ്റത്തിൻ്റെ മോഡലുകൾ അതിലും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതാ? ജോൺ ഡാൾട്ടൺ, പിന്നെ ആരാണ്? വാട്ടർമെലൻ മോഡൽ, ജെ തോംസൺ, പ്ലാനറ്ററി മോഡൽ, റുദർഫോർഡ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത് ബോർ മോഡൽ. ഓക്കെ, അപ്പോൾ ആ ബോർ മോഡൽ അനുസരിച്ചിട്ട് ഉള്ള ഒരു ആറ്റത്തിൻ്റെ മോഡൽ, അതിലെങ്ങനെയാണ് ഷെല്ലുകൾ, ഇലക്ട്രോണുകൾ എങ്ങനെയാണ് അതിൽ വിന്യസിച്ചിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർ മോഡൽ അനുസരിച്ചിട്ട് ആറ്റത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയസ് സെൻട്രൽ ഭാഗം വളരെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു ഭാഗമായിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, അതിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു അവയുടെ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഏരിയകളിലായി കറങ്ങുന്നു എന്നാണ് ബോർ മോഡൽ പറയുന്നത്. നമുക്കറിയാം ഇത് സയൻസാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തെറ്റാണ്. അപ്പോൾ ഇനി വരും ക്ലാസ്സുകൾ, വരും ഭാഗങ്ങളിലാണ് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബോർ മോഡൽ വെച്ചിട്ട് എന്താണ്, ഊർജ്ജനില കുറഞ്ഞ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് അടുത്തും ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിൽ അങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ആറ്റത്തിന് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇങ്ങനെ എന്താണ് ഇങ്ങനെ കറങ്ങുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഈ ഊർജ്ജനിലയെ നമുക്ക് എന്ത് വിളിക്കാം? കെ എന്ന് വിളിക്കാം. ഇംഗ്ലീഷിൽ എന്ത് പറയും? ഷെൽ. ഒന്നാമത്തെ കെ ഷെൽ, രണ്ടാമത്തെ എൽ ഷെൽ, മൂന്നാമത്തെ എം ഷെൽ, അവസാനത്തെ എൻ ഷെൽ. അപ്പം നോക്കാം. അപ്പോൾ നമ്മൾ വലിയ എലമെൻറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എന്തുണ്ടാവും? ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ എന്താ പറയുക മെർക്കുറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് 72, 49 ഒക്കെയാണ് അതിലത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഈ ഇലക്ട്രോണുകളെല്ലാം തന്നെ എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയല്ല, ആ ഇലക്ട്രോണുകളുടെ എന്താ പറയുക ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനർജി ലെവലിൻ്റെ ബേസിൽ ഒരു ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കെ ഷെല്ലിൻ്റെ ക്രമം നമ്പർ 1. ഒന്നാമത്തെ ഷെല്ലിന് 1, 2 L ആണ്, 3 N ആണ്, 3 M ആണ്, 4 എന്താണ്? N ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ഈ ന്യൂക്ലിയസ്? ഞാൻ പറഞ്ഞു മുന്നേ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ പേര് ഞാൻ പറഞ്ഞു. ആരൊക്കെ പറഞ്ഞു? ഡാൾട്ടൺ പറഞ്ഞു, തോംസൺ പറഞ്ഞു, റുദർഫോർഡ് പറഞ്ഞു. ഇതിൽ റുദർഫോർഡാണ് ഗോൾഡ് ഫോയിൽ എക്സ്പീരിമെൻ്റ് എന്ന പരീക്ഷണത്തിലൂടെ ന്യൂക്ലിയസിനെ പറ്റിയിട്ട് ആദ്യം പറയുന്നത്. ഓക്കെ, എന്താ ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവിലി പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാണ്, സെൻറ്ററാണ് എന്തിൻ്റെ? ആറ്റത്തിൻ്റെ. ഇതിൽ എന്തുണ്ട്? ന്യൂട്രോണുകളും ഉണ്ട്, എന്തുണ്ട്? പിന്നെ പ്രോട്ടോണുകളും ഉണ്ട്. എന്തൊക്കെയുണ്ട്? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ, ന്യൂട്രോൺ ചാർജ്ലെസ് ആണ്, ചാർജ് ഇല്ല, നോ ചാർജ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. പ്രോട്ടോൺ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ചാർജാണ് എന്തിനുള്ളത്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഈ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണോ ഈ ഒരു ന്യൂക്ലിയസിന് ഉള്ളിൽ ഉള്ളത് അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? ആറ്റത്തിന് ചുറ്റും ന്യൂക്ലിയസിന് ചുറ്റും വിവിധ എനർജി ലെവലുകളിലായി റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞു എത്രയാണോ പ്രോട്ടോൺ, എത്ര നമ്പറാണോ പ്രോട്ടോൺ ഉള്ളത് അത്ര തന്നെയാണ് എന്ത് ന്യൂക്ലിയസിന് ചുറ്റും വിവിധ എനർജി ലെവലുകളിലായി
ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ വീതമാണ് ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊരു ചെറിയൊരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2n² എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? 2n². എന്തിനുള്ള ഇക്വേഷനാ? ഒന്നിനും പറയാം, ഓരോ ഷെല്ലിലും ഉൾപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള ഇക്വേഷനാണ് എന്ത്? 2n². അപ്പോൾ എന്താ ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ നമ്പർ. ഞാൻ പറഞ്ഞു 1 2 3 4 എന്ന് KLMN എന്ന് പറഞ്ഞ ഷെല്ലുകൾക്ക് നമ്മൾ എണ്ണം കൊടുത്തു ഇല്ലേ? അതാണ് n. അതായത് K ഷെല്ലിന്റെ n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ ഈ n എന്ന് പറയുന്ന വാല്യൂ 2n² ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 1² = 2. അതിൻ്റെ അർത്ഥം എന്താ? ന്യൂക്ലിയസ് തൊട്ടടുത്ത ഷെല്ലായിട്ടുള്ള എന്താണ് ഈ K ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ഇലക്ട്രോണുകളാണ്. ഓക്കെ, പിന്നെ ഈ ഷെല്ലിന് വളരെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. എന്തിന്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ നല്ലോണം അട്രാക്ട് ചെയ്യും. അട്രാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും തോറും കുറഞ്ഞു വരികയും ഇതിലുള്ള ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരികയും ചെയ്യും. എന്താണ്? അട്രാക്ഷൻ കൂടുന്തോറും എനർജി കുറയും, അട്രാക്ഷൻ കുറഞ്ഞു വരും തോറും എനർജി വളരെ കൂടി വരും. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഏത് ഷെല്ലിലെ ഇലക്ട്രോണിനാണ് കൂടുതൽ എനർജി ഉണ്ടാവുക? ഏതിലെയാണ്? എന്നിലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് ഇത്? സയൻസ് ആണ്. ഒരുപാട് തെറ്റുകളല്ല. അതെന്താണ്? ഒരു നല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു തിയറിയിലേക്ക് എത്തുമ്പോൾ എന്ത് വേണം? മുന്നേ ഇത്തിരി മിസ്റ്റേക്കുള്ള തിയറികൾ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 2 ഇലക്ട്രോണുകൾ, 8 ഇലക്ട്രോണുകൾ, 18 ഇലക്ട്രോണുകൾ, 32 ഇലക്ട്രോണുകൾ, ഇവയെല്ലാം ഇതിനെ റൗണ്ട് ആയിട്ടാണ് കറങ്ങണേന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയുക? റൗണ്ട് ആയിട്ട്. അങ്ങനെ റൗണ്ട് ആയിട്ട് ഒരിക്കലും അല്ല കറങ്ങുന്നത്. അത് തെറ്റായ ഒരു ധാരണയാണ്. എന്താണ്? ഈ ഓരോ എനർജി ലെവലിലും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഈ ബോർഡും വരച്ചു. ഇത് 2 ഡയമെൻഷൻ ആണ്. അതായത് ഇനി 3 ഡയമെൻഷനുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. K ഷെല്ലിൽ ഇലക്ട്രോണുകൾ കാണാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളുണ്ട്. എല്ലാവിടെയും ഒരുപോലെയല്ല എന്ത് കാണുക? ഇലക്ട്രോണുകൾ കാണുക. ഓക്കെ, K ഷെല്ലിൽ ഇലക്ട്രോണുകൾ കാണാൻ സാധ്യത കൂടുതലുള്ള ഒരു പ്രത്യേക ഭാഗമുണ്ട് ന്യൂക്ലിയസിന് ചുറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ഷെൽ. ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ഷെല്ലുകൾ. അതായത് K ഷെല്ലിന്റെ ഒരു സബ് ആയിട്ടുള്ള ഷെല്ല്, ഇലക്ട്രോണുകളെ കൂടുതലായി കാണാൻ സാധ്യതയുള്ള ഒരു എന്താണ് ഏരിയ, അതിനെയാണ് ഷെല്ലെന്ന് പറയുക. അപ്പോൾ ഈ K ഷെല്ലിലും അങ്ങനെയുണ്ട്, L ഷെല്ലിലും അങ്ങനെയുണ്ട്, M ഷെല്ലിലും അങ്ങനെയുണ്ട്, N ഷെല്ലിലും അങ്ങനെയുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ ഈ നമ്പറുകൾ ഒന്നുകൂടെ പറയുകയാണ്. K 1 ആണ് നമ്പർ, L 2 ആണ് നമ്പർ, M 3 ആണ് നമ്പർ, N 4 ആണ് നമ്പർ. ഈ നമ്പറുകൾ അനുസരിച്ച് തന്നെ K ഷെല്ലിലെ സബ് ഷെല്ലുകളുടെ എണ്ണം 1. K ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 1. ഓക്കെ, L ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 2. M ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 3. N ഷെല്ലിൽ എത്ര സബ് ഷെല്ലുണ്ട്? 4 സബ് ഷെല്ല്. ഇപ്പം നമ്മൾ പറഞ്ഞു K ഷെൽ, L ഷെൽ, M, N എന്നിവയാണ് നമ്മുടെ ഷെല്ലുകൾ. N എത്രയാ? K = 1. എല്ലിന്റെ കേസ് വരുമ്പോൾ N = 2, M ആകുമ്പോൾ 3, N ആകുമ്പോൾ 4. സബ് ഷെല്ലുകൾ KL 1, അത് നമ്മൾ പറയുന്നത് S എന്നാണ് പറയുക. എന്താ പറയുക? എസ്. കെയുടെ സബ് ഷെല്ലാണ്. കെ എന്ന് പറയുന്ന ഷെല്ലിൽ ആകെയുള്ള ഒരു സബ് ഷെല്ലാണ് എന്ത്? എസ്. ഓക്കെ, എല്ലിലുള്ള 2 സബ് ഷെൽ, ഒന്ന് എസും ഒന്ന് പിയും. നമുക്ക് പറയാം എല്ലിലുള്ള 2 സബ് ഷെല്ലുകളിൽ ഒന്ന് എസും മറ്റേത് പിയുമാണ്. ഇനി എമ്മിൽ എത്ര സബ് ഷെൽ പറഞ്ഞു? 3 സബ് ഷെൽ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? എസ്, പി, ഡി. ഓക്കെ, അങ്ങനെ എന്നിലേക്ക് വരുമ്പോൾ 4 സബ് ഷെല്ലുകൾ വരുന്നു. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോണുകളെ ഇവയിലൊക്കെയാണ് കാണപ്പെടുക. ഓക്കെ, നമുക്ക് പറയാം ഒരു വലിയൊരു എന്താ പറയുക 100 ഇലക്ട്രോൺ ഉള്ള ഒരു ഫെർമിയം, അതിൻ്റെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ എവിടെയൊക്കെ കാണപ്പെടുക? ആ കാണപ്പെടുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള സൈറ്റുകളാണ് ഏത്? എസ്, എസ് പി, എസ് പി ഡി, എസ് പി ഡി എഫ്. അപ്പൊ കുറെ എസ് വന്നു, 3 പി വന്നു, എന്താ പറയുക 2 ഡി വന്നു, ഒരു എഫ് വന്നു അല്ലേ? അപ്പൊ ഇവയൊക്കെ എങ്ങനെ തിരിച്ചറിയാം? ഇവയ്ക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? ഈ നമ്പർ കൊടുക്കും. ഏത്? എൻ എന്ന് പറയുന്ന നമ്പർ കൊടുക്കും.
ഓക്കെ, അപ്പൊ ഫെർമിയത്തിൽ 1s ഓർബിറ്റൽ, അതായത് 1s സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയിലുള്ള ഇലക്ട്രോണുകളാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കണം, 2 എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? ഒരു ആറ്റത്തിന്റെ രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 2s 2p, ഓക്കെ, 3s 3p 3d. ഒരു ആറ്റത്തിലെ മൂന്നാമത്തെ ഷെല്ലായ എമ്മിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളാണ് ഇവിടെ 3s 3p 3d എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒരു ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകൾ എവിടെയൊക്കെയാണ് ഇരിക്കണേന്ന് കിട്ടി. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ആറ്റം എടുത്തു, അതിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് അറിയാമെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിലെ ഇലക്ട്രോണുകൾ എവിടെയൊക്കെയാണ് ഇരിക്കണേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വീതമാണ് നമ്മൾ പറയണല്ലോ. അതായത് കെ എന്ന് പറഞ്ഞു ആകെ 2 ഇലക്ട്രോണുകളാണ് കെയിലുള്ളത്. നമ്മൾ 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച് കെയിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോണുകളാണ്. എല്ലിൽ എത്രയാണ്? 2 × 2² എത്ര വരും? 8. ഇങ്ങനെ 16, 32 എന്നിങ്ങനെയാണ് എമ്മിന്റെയും എന്നിന്റെയും കേസ് പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഓരോ സബ്ഷെല്ലുകളിലും എത്ര വീതം ഇലക്ട്രോണുകളാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ പറയാം, ഇക്വേഷൻ ഒന്നുമില്ല, നമ്മളിത് പഠിച്ചു വെക്കുക. ഒരു എസ് ഓർബിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു എസ് സബ്ഷെൽ ആണ് എന്നുണ്ടെങ്കിൽ അതിലെ 2 ഇലക്ട്രോണുകളാണ് ഏറ്റവും അധികം. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സബ്ഷെല്ലിൽ 2 ആണ്. ഏത്? എസിൽ. ഓക്കെ, അടുത്ത സബ്ഷെൽ ഏതാണ്? പി സബ്ഷെല്ലിൽ എത്ര നമ്മൾ പറഞ്ഞു? 1 2 3 4 5 6. ഓക്കെ, എങ്ങനെ എഴുതി? 1 2 3 4 5 6. പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ് ഏറ്റവും അധികം കാണപ്പെടുക. ഇനി നമ്മൾ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 2 3 4 5 6 ഇങ്ങനെ 10 ഇലക്ട്രോണുകളാണ് ഡി എന്ന് പറയുന്ന ഒറ്റ സബ്ഷെല്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് എഫിലേക്ക് പോകുമ്പോൾ എത്രയാവും? 14 ആകും. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാ? 6 ഇലക്ട്രോണുകൾ. ഡി എന്ന സബ്ഷെല്ലിലാണെങ്കിലോ 10 ഇലക്ട്രോണുകൾ. എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണെങ്കിലോ 14 ഇലക്ട്രോണുകൾ. അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇതിനെ പറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം മുതൽ ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ പറയാൻ ശ്രമിക്കാം. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ന്യൂക്ലിയസ്, അതിനു ചുറ്റും എനർജി ലെവൽ, ഊർജം കുറഞ്ഞ് കൂടി വരുന്ന ക്രമത്തിൽ ഷെല്ലുകളായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഏതാ മോഡല്? ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മൾ 4 വന്നു ഷെല്ലുകളെ പറ്റി പറഞ്ഞു. KLMN. അത് കഴിഞ്ഞ് പറഞ്ഞു റൗണ്ട് ആയി, എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു വൃത്താകൃതിയിലല്ല ഇലക്ട്രോണുകൾ കറങ്ങുന്നത്. ഓരോ എനർജി ലെവലിലും ഇലക്ട്രോണുകളെ കാണാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളായി പിന്നെയും നമ്മൾ അതിനെ ഭാഗിച്ചിരിക്കുന്നു. അങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള കെ ഷെല്ലിൽ നിന്നും എസ് എന്ന് പറയുന്ന ഒരു സബ് ഷെല്ലും, എല്ലിൽ നിന്നും ഒരു എസും ഒരു പിയും 2 സബ് ഷെല്ലുകൾ, എമ്മിൽ നിന്ന് SPD, എന്നിൽ നിന്ന് SPDF. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്തിൻ്റെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷെല്ലുകളെ പറ്റി പറഞ്ഞു, സബ് ഷെല്ലുകളെ പറ്റി പറഞ്ഞു, അതിലെങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഇരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? നമുക്കറിയാവുന്ന, നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇതെല്ലാം പഠിച്ചത്, ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ 8-9 ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 20 വരെയുള്ള എലമെന്റുകളുടെ പേര് അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് 10 +1 +2 അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനുശേഷമുള്ള എലമെന്റുകൾ, ഒരു 50-60 വരെയുള്ള എലമെന്റുകളുടെ പേരെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് പറയുകയാണെങ്കിൽ 30 വരെയുള്ള എലമെന്റുകൾ ഏതാണ് വരിക? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, പിന്നെ അത് വരിക 18 ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. ഇതുവരെ നിങ്ങൾക്ക് ഏകദേശം അറിയുമായിരിക്കും. അതിനുശേഷമുള്ള 10 സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. 30 വരെയുള്ള എലമെന്റുകൾ. ഇവയുടെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം, ഇവിടെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്നും അറിഞ്ഞിരിക്കണം.
അപ്പോൾ നമ്മൾ ഇതും കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വളരെ ലഘുവായിട്ടുള്ള ആദ്യത്തെ ഒരു 7 എലമെന്റുകൾ. ഹൈഡ്രജൻ നമ്മൾക്കറിയാം എന്താ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഹീലിയത്തിന്റെ 2 ആണ്. ലിഥിയത്തിന്റെ 3 ആണ്. ബെർലിയത്തിന്റെ 4 ആണ്. ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7. അപ്പോൾ എന്താ ഈ 1 2 3 4 5 6 7 ഒക്കെ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇത് 1. ഞാൻ പറഞ്ഞു ഇത് പ്രോട്ടോൺ ആണ്, അറ്റോമിക് നമ്പർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ, അതായത് അറ്റോമിക് നമ്പർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ആറ്റം. എന്താണ് അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ആറ്റം. അപ്പൊ നമ്മൾ എന്താണ് ഹൈഡ്രജൻ ആറ്റത്തിലെ ചുറ്റുമായി 1 ഇലക്ട്രോൺ ആണ് കറങ്ങുന്നത്. എത്ര ഇലക്ട്രോൺ ഇറങ്ങുന്നത്? 1 ഇലക്ട്രോൺ ആണ്. അപ്പൊ അത് എവിടെയായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. ഏറ്റവും ആദ്യത്തെ ഷെൽ ഏതാണ്? കെ ഷെൽ. ഇതിലെ സബ് ഷെൽ ഏതാണ്? കെയുടെ സബ് ഷെൽ. ഇതാണ് ഷെല്ല് ഏതാണ്? കെ ആണ്. സബ് ഷെൽ ഏതാണ്? കെയുടെ 1s ആണ്. സബ് ഷെൽ ഏതാണ്? 1s ആണ്. ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ. ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എങ്ങനെയാണ്? ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 1s. ഹൈഡ്രജൻ ഇസ് ഈക്വൽ ടു 1s ആണ്. 1s 1. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1. ഇങ്ങനെ നമ്മൾ രണ്ടാമത്തെ എന്താ പറയുക അറ്റോമിക് നമ്പർ 2 ഹീലിയം. ഹീലിയത്തിന്റെ എഴുതി കഴിഞ്ഞാൽ ഹീലിയത്തിൻ്റെയാണ് പറയുന്നതെങ്കിൽ ഹീലിയത്തിന് 2 ഇലക്ട്രോണുകളാണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. എത്ര ഇലക്ട്രോണാണ് കറങ്ങുന്നത്? 2 ഇലക്ട്രോണുകളാണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോണുകൾ ഏതൊക്കെ ഷെല്ലുകളിലായിരിക്കും ഈ ഹീലിയത്തിന് ഇരിക്കുക? നോക്കാം, ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു ഒരു എസ് സബ് ഷെല്ലിൽ, ഒരു 1s സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാം. എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാം? 2 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഈ 2 ഇലക്ട്രോണുകളും എവിടെയായിരിക്കും? 1sലായിരിക്കും. അപ്പോൾ ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. ഹീലിയത്തിലുള്ള ആകെയുള്ള 2 ഇലക്ട്രോണുകളും എവിടെ കൊള്ളും? കെ ഷെല്ലിലെ സബ് ഷെല്ലായിട്ടുള്ള 1sൽ കൊള്ളും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നൈട്രജൻ എടുക്കാം. നൈട്രജൻ ആകുമ്പോൾ 7 ഇലക്ട്രോണുകളുണ്ട്. ഓക്കെ, നൈട്രജൻ 7 ആണ് അറ്റോമിക് നമ്പർ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. നോക്കാം, അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 7 ആണ് അല്ലേ? അപ്പൊ ഞാനിവിടെ നൈട്രജന്റെ ആറ്റം വരയ്ക്കാൻ പോവുകയാണ്. നോക്കാം, ശ്രദ്ധിക്കുക. പ്ലസ് ഇത് ന്യൂക്ലിയസ് ആണ്. ഇതിനു ചുറ്റും ഒരു കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, പിന്നെ എൻ ഷെല്ലുണ്ട്. കെ എൽ എം എൻ. ഓക്കെ, കെ എൽ എം എൻ. അപ്പം നോക്കാം, ഇതിൽ 1s ഉണ്ട്. ഇവിടെ വരുമ്പോൾ 1s 2s 2p ഉണ്ട്. ഇവിടെ വരുമ്പോൾ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് എൻ ഷെല്ലിൽ വരുമ്പോൾ 4s 4p 4d 4f ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം, നൈട്രജനിലെ എത്ര ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു? 7 ഇലക്ട്രോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോണിനെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. നൈട്രജനിലെ 7 ഇലക്ട്രോൺ ആണ്. ആ 7 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ ഒരിക്കലും KLMN ഷെല്ലുകൾ മൊത്തം ആവശ്യമില്ല. എത്ര ഷെല്ലേ ആവശ്യമുള്ളൂ? 2 ഷെല്ലേ ആവശ്യമുള്ളൂ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കാം, കെ ഷെൽ, പിന്നെ ഞാൻ പറയുന്നു എൽ ഷെൽ. ഇതിൽ 1s ഉണ്ട്, ഇതിൽ 2s ഉണ്ട്, 2p ഉണ്ട്. ഇതാണ് ഈ 2 ഷെല്ലുകളിലെ സബ് ഷെല്ലുകളുടെ എണ്ണം. നോക്കാം, ശ്രദ്ധിക്കാം. 1sൽ 2 ഇലക്ട്രോണുകൾ കൊള്ളാം. ഓക്കെ, 2 ഇലക്ട്രോൺ കൊള്ളും. ബാക്കി എത്ര ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. 2s ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് എങ്ങോട്ടാ? എൽ. അടുത്ത ഊർജ്ജനില L ആണ്. 2sൽ 2 ഇലക്ട്രോണുകൾ. അപ്പോൾ 4 ഇലക്ട്രോണുകളായി. ബാക്കിയുള്ളത് 3 ഇലക്ട്രോണുകളാണ്. അവ എവിടെയിരിക്കും? ഇവിടെ 2p3. അപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാ? 1s നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് വരയ്ക്കാം. 1s
2sനെ ഇങ്ങനെ വരയ്ക്കാം, 2pനെ എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, 1s 2s 2p. ഇതിലേക്ക് നമ്മൾ ഇലക്ട്രോണുകൾ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p3. ഓക്കെ, ഇപ്രകാരമാണ് എങ്ങനെ നൈട്രജനിൻ്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇങ്ങനെ നൈട്രജൻ്റെ മാത്രമല്ല എല്ലാ ഇലക്ട്രോണുകളുടെയും എല്ലാ ആറ്റങ്ങളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ 1s 2s എന്നൊക്കെ എഴുതുമ്പോൾ ഇത് എന്തിൻ്റെ ബേസിലാണ്? എനർജി കുറഞ്ഞതിൽ നിന്നും എനർജി കൂടിയതിലേക്കാണ് പോകുന്നത്. എനർജി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് എനർജി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുന്നത് കണ്ടുപിടിക്കുക കറക്റ്റായിട്ട്? അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു ചിത്രം പഠിച്ചാൽ മതി. അതിന് ഒരു ഓഫ് ബേ പ്രിൻസിപ്പിൾ എന്നാണ് നമ്മൾ അതിന് പറയുക. അത് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾക്ക് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക, അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഓഫ് ബേ പ്രിൻസിപ്പിൾ. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇലക്ട്രോണുകളുടെ എനർജി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ്. ആദ്യം കുറഞ്ഞ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് ഏറ്റവും അവസാനമാണ് എന്ത് വരിക? ഇലക്ട്രോണിൻ്റെ എനർജി കൂടിയ സബ്ഷെല്ലിലേക്ക് ഫില്ലിംഗ് നടക്കുക. അപ്പോൾ നമ്മളങ്ങനെ 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s 5p 5d 5f നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഇതേ ഓർഡറിലല്ല, ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിൽ ഫില്ല് ചെയ്യണതിൽ. അപ്പോൾ നമുക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓഫ് ബേ പ്രിൻസിപ്പിൾ, ഈ ചിത്രം നമ്മളെ അതിനെ സഹായിക്കും. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളെ ഈ ഓക്സിജൻ വരെയുള്ള, അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഹൈഡ്രജൻ 1s, ഹീലിയം 1s2, ലിഥിയം 1s2 2s1, ബെർലിയം 1s2 2s2, ബോറോൺ 5 1s2 2s2 2p1, 6 ആകുമ്പോൾ കാർബൺ 6 ആകുമ്പോൾ 1s2 2s2 2p2, നൈട്രജൻ ആകുമ്പോൾ 1s2 2s2 2p3, ഓക്സിജൻ ആകുമ്പോൾ 1s2 2s2 2p4. 8 ഇലക്ട്രോൺസ് ഇവിടെയാണ്. 8 ഇലക്ട്രോൺസ് എങ്ങനെയാണ്? ഈ 8 ഇലക്ട്രോൺസ് 2 4 4 + 4 8 ഇങ്ങനെയാണ് ഇതിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വലിയ വലിയ ആറ്റങ്ങളുടെ നമുക്ക് പഠിക്കാം. അതിനു മുന്നേ നമ്മൾ ഈ ചിത്രം അറിഞ്ഞിരിക്കണം. ആദ്യം ഇലക്ട്രോൺ പൂരണം, അങ്ങനെയാണ് പറയുക, ഫില്ലിംഗ് നടക്കുന്നത് 1s സബ്ഷെല്ലിലാണ്. ഏതാണ്? 1s സബ്ഷെല്ലിലാണ് ആദ്യത്തെ ഇലക്ട്രോണുകൾ. ആദ്യത്തെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ. 1sൽ മാക്സിമം ഇലക്ട്രോണുകൾ എത്രയാണ്? 2 ഇലക്ട്രോണുകളാണ്. ഈ 2 ഇലക്ട്രോൺ ഇതിൽ ഫില്ലായതിനു ശേഷം പിന്നീട് ഫില്ലിംഗ് നടക്കുന്നത് 2sലാണ്. ഇതിലാണ് 2s. അത് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ കിട്ടും. അതിനുശേഷം 2pയിൽ, അതിനുശേഷം 3sൽ, അതിനുശേഷം 3pയിൽ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും എനർജി കുറഞ്ഞ സബ്ഷെൽ ഏതാണ്? 1s ആണ്. അതിനേക്കാൾ തൊട്ട് കൂടിയ എനർജി ഉള്ളത് 2sനാണ്. 2p 3s അങ്ങനെ ഓർഡറിലാണ് വരുന്നത്. 3p അത് കഴിഞ്ഞാൽ പിന്നെ 3d അല്ല വരുന്നത്. അവിടെയാണ് ഒരു എക്സെപ്ഷണൽ കേസ് ഉള്ളത്. ഏതാണ് വരിക? അവിടെ വരിക 3p കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരിക പിന്നെ 4s ആണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? 3p കഴിഞ്ഞാൽ പിന്നെ എനർജി കൂടിയത് 4s ആണ്. 3d അല്ല. 3dക്ക് 4sനേക്കാൾ എനർജി കൂടുതലാണ്. കൺഫ്യൂഷൻ വരാം, ഞാൻ ഒന്നുകൂടി പറയാം. ഓഫ് ബേ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്, ആറ്റത്തിലെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആ ഇലക്ട്രോണിൻ്റെ, ആ സബ്ഷെല്ലിൻ്റെ എനർജി കൂടി വരുന്ന ആ ഒരു ഓർഡറിലാണ്. അങ്ങനെ വരുമ്പോൾ 1s 2s 2p, ഞാനിവിടെ എഴുതാം 1s 2s 2p 3s 3p. ഇത് കഴിഞ്ഞാൽ പിന്നെ 3d എഴുതരുത്. ഏതാണ് എഴുതേണ്ടത്? 4s ആണ്. 4s കഴിഞ്ഞാൽ 3d. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചേഞ്ചുകൾ, നമ്മളെ ഉത്തരം തെറ്റിക്കാവുന്ന ചില ചേഞ്ചുകൾ നമുക്ക് ഒഴിവാക്കണം. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചിത്രം നന്നായി അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ നോക്കാം 3p 4s 3p 4s. അങ്ങനെയാകുമ്പോൾ 4s കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? 3d വരും. 3d കഴിഞ്ഞാൽ 4s അല്ല 4p. അത് കഴിഞ്ഞാൽ 5s. അപ്പോൾ ഈ ചിത്രം നന്നായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഞാനിതിവിടെ മൊത്തം എഴുതാം. നോക്കാം, നമുക്ക് ആവശ്യമായിട്ടുള്ളത് വരെ ഞാൻ എഴുതാം. 1s ഒന്നാമത്തെ, രണ്ടാമത്തെ ഏതാണ്? 2s, മൂന്നാമത്തെ സബ്ഷെല്ലാണ് 2p.
ഓക്കെ, അടുത്തത് വരും 2p കഴിഞ്ഞാൽ 3s വരാം. 3s കഴിഞ്ഞാൽ ഏത് വരും? പിന്നെ പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത്, 3p വരാം. 3p കഴിഞ്ഞാൽ 4s വരാം. 3d അല്ല 4s ആണ് വരിക. 4s കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? 3d വരും. 3d വന്നു. 3d കഴിഞ്ഞാൽ 4p. 4p കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? 3d 4p 5s വരും. അപ്പോൾ ഇങ്ങനെ എക്സിട്ര. ഈ ഒരു രീതിയിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുക. അപ്പോൾ നമുക്ക് ഈ ഓർഡർ അറിയാമെങ്കിൽ 30 അല്ല 40 അല്ല 50 എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ആറ്റം ആയാലും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ